PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC ആവർത്തിച്ച് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കാം. ഇത് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു റാങ്ക് ഫയലിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കിയാലോ? നമുക്ക് പോകാം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഉത്തരം വീരേശലിംഗമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ദാദാബായ് നവറോജിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസിൻ്റെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. അടുത്തത് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായാണ്. അടുത്തത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, വീരേശലിംഗമാണ്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ഏതാണ്? രാമകൃഷ്ണ മിഷനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, രാമകൃഷ്ണ മിഷൻ. അടുത്തത് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ്. അടുത്തത് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ആരുടെ വാക്കുകളാണ്? BR അംബേദ്കറുടെ വാക്കുകളാണത്. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോയുടെ. അടുത്തത് ജാലിയൻവാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. 1925 മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സെക്രട്ടറി PN ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. അടുത്തത് സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായണന്റെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇത്. അടുത്തത് താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറാണ്. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിവേകാനന്ദൻ്റെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയാണ്. സ്വതന്ത്രം അടിത്തട്ടിൽ നിന്നാരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണത്. അടുത്തത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠിത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ്? കഠോപനിഷത്താണ്. അടുത്തത് 1896 ദാദാബായ് നവറോജി രൂപീകരിച്ച സംഘടന ഏത് എന്നുള്ളതാണ്. ഉത്തരം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻസ്. ഇതിൽ PSC നൽകിയ ഉത്തരം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായത് എപ്പോഴാണെന്നുള്ളതാണ്. 1866 എന്നുള്ളതാണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്തത് നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ റാം മോഹൻ റോയാണ് നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വതന്ത്ര സമര സേനാനി ആരാണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്